എന്നിട്ട് നമുക്ക് ഭർത്താവിൽ നിന്ന് അയാൾ നോക്കിയില്ലെങ്കിൽ, അതായത് പിതാവ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതും അവരുടെ വരുമാനം നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ ഭാര്യയായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവകാശം കിട്ടുന്നില്ല. അതേപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാവട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാവട്ടെ, ഭർത്താവ് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സ്വത്ത് കണ്ട് അത് നിങ്ങളുടെ മകൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത്. അവരെന്തെങ്കിലും തരണമെങ്കിൽ മാത്രമേ ഈ കുട്ടിക്കുള്ളൂ, അതല്ലെങ്കിൽ അവർക്ക് പോയി അവിടെ പോയി ജീവിക്കാം. കാര്യം പറയാനാണെങ്കിൽ ഇപ്പം ശാല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രവാസിയുടെ സ്വത്തുക്കളിൽ അവകാശം ശാല കൊണ്ട് ഭാര്യ ആയിരുന്നുണ്ട്. അപ്പം അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഷഹല ഷെറിൻ. ആ ടോപ്പിക്ക് ഇതോടുകൂടി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ 2-3 യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഷഹല ഷെറിൻ എന്തോ സ്വത്തിന് അവകാശം തേടിയെന്നോ അല്ലെങ്കിൽ സ്വത്ത് കിട്ടണമെന്ന് പറഞ്ഞുവെന്നോ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടത്. എന്നാൽ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി അറിയുകയും ചെയ്തു, അങ്ങനെ സ്വത്തിനൊന്നും തേടിയിട്ടില്ല, അവളിപ്പോഴും മെൻ്റലി ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി തേടിയാലും തേടിയില്ലെങ്കിലും ഇങ്ങനൊരു സാധനം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഇത് സംസാരിക്കണമെന്നും, ഇങ്ങനെ അവിഹിതത്തിന് പോയിട്ട് സ്വത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ പുറകെ വരുന്ന ഭാര്യമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഭർത്താവിരിക്കെ ഒരു അന്യപുരുഷനുമായി പ്രണയത്തിലാവുന്നു. അതിനുശേഷം ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അടി, ചവിട്ട്, കുത്ത് എന്നുള്ളത് കിട്ടുന്നു. സ്വർണം വിൽക്കാൻ നോക്കുന്നു. അതോടുകൂടി മെല്ലെ തിരിച്ചു വരുന്നു. ഇപ്പോൾ വീട്ടിൽ ആ ഭർത്താവും സ്വീകരിച്ചില്ല, ഒളിച്ചോടിയവനും സ്വീകരിച്ചില്ല, എന്ത് ചെയ്യണം എന്നറിയാണ്ട് കുടുംബത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. ഇതാണ് എല്ലാ അവിഹിതത്തിന് പോകുന്ന സ്ത്രീകളുടെയും ഒരവസ്ഥ. കാരണം ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭർത്തൃ ഭാര്യ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സേവ് ദ ഡേറ്റും ഹണിമൂണും ഒന്നുമല്ല. ഇതൊക്കെ ഒരു വിവാഹത്തിൻ്റെ ഭാഗമായി തുടക്കകാലങ്ങളിലുള്ള സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടോട്ട് പോകുമ്പോഴാണ് കല്യാണത്തിൻ്റെ ദ ഹാർഡ് പാർട്ട് അല്ലെങ്കിൽ ദ മെച്യൂരിറ്റി പാർട്ടിലോട്ട് നമ്മൾ കടന്നു പോകുക. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, പിണക്കുണ്ടാവും, തെറ്റലുണ്ടാവും. ചിലപ്പോൾ ഭർത്താവിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടാവും, നമ്മളിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഭർത്താവിനുണ്ടാവും. ഇങ്ങനൊരു മിക്സ്ചർ പരിഭവത്തിലുള്ള ഇഷ്യൂസ് കൂടെ കടന്നു പോകാം. അവിടെ ആ ഇഷ്യൂസുമായി ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര മെച്യൂരിറ്റി വേണം. അങ്ങനെ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പം തൻ്റെ പ്രശ്നങ്ങളൊന്നും സോർട്ട് ഔട്ട് ആവുന്നില്ല, തങ്ങൾക്ക് വേണ്ട ഒരു സമാധാനം കിട്ടുന്നില്ല. ചിലപ്പോൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത വീട്ടുകാരായിരിക്കും ഫ്രം ബോത്ത് സൈഡ്, ഭർത്താവിൻ്റെ സൈഡിൽ നിന്നും അമ്മേൻ്റെ സൈഡിൽ നിന്നും വരുന്നത്. ഭർത്താവിൻ്റെ കാര്യങ്ങളുമായി എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ എത്തുന്ന സമയത്താണ് പലരും ഇങ്ങനെ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പിൽ പോവാം. എന്നാൽ ചില പെണ്ണുങ്ങൾക്ക് ഇത് അവരുടെ സ്വഭാവം തന്നെയാണ്. എത്ര നല്ല ഭർത്താവ് ഉണ്ടെങ്കിലും എത്ര നല്ല കുടുംബം ഉണ്ടെങ്കിലും 2-3 ലൈൻ അടിച്ച് പോകാന്നുള്ളത്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അവിഹിതം എന്ന് പറയുന്ന ഒരു കുഴിയിൽ വീഴും. എന്ന് വെച്ചാൽ ഇവനെ ഭയങ്കര ഭ്രാന്തായി സ്നേഹിച്ച് അവനെ എന്നെ കരൾ ഹൃദയം എന്ന് പറഞ്ഞു പോകും. ചില ആൾക്കാർ ചാടിപ്പോയി കുറച്ച് കാലം അനുഭവിച്ച് തിരിച്ചു വരും. ചില ആൾക്കാർ പോയി വിത്തിൻ ഡേയ്സ് കൊണ്ട് തന്നെ അവൻ്റെ തനി നിറം മനസ്സിലാക്കി തിരിച്ചു ഓടി വരും. അപ്പം ഇതൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്നത് പോലെ ഇരിക്കും. എന്തായാലും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാണ്ട് ആകെ കൺഫ്യൂഷനായിട്ട് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇന്ന് നമ്മുടെ ഷഹല ഷെറിൻ എത്തിയിരിക്കുന്നത്. ഷഹല, നിനക്കത് വേണം, നീ ഇത് അനുഭവിക്കണം, നീ ഇതിൽ കൂടെ തന്നെ കടന്നു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും, എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും, ഇനി നിന്നെ അബ്യൂസ് ചെയ്തു, അടിച്ചു, തല്ലി, തെറി വിളിച്ചു, ഇനി അതിലും വലുത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ ഇപ്പോൾ എടുത്ത തീരുമാനം ഒട്ടും 1% പോലും ഒരാൾക്കും യോജിക്കാൻ പറ്റുന്നതല്ല. ആൻഡ് നീ തിരഞ്ഞെടുത്ത വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അലിഗേഷൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, കുട്ടികളുടെ അടുത്ത് മോശമായി പെരുമാറിയവൻ എന്ന് വന്ന് ഒരുപാട് അലിഗേഷൻ ഉണ്ടാക്കി ആ കുടുംബവും നശിപ്പിച്ചിറങ്ങി പോകുമ്പോൾ നിനക്ക് നീ വിശ്വസിക്കുന്ന അള്ളാഹു അല്ലെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച മനുഷ്യൻ നിനക്ക് നല്ലൊരു ഉണ്ട തരുന്നാണോ നീ കരുതിയേ? അല്ല, നിനക്ക് തന്നത് ഇതാ. അതാണോ നീ കരുതിയേ? നിനക്ക് തന്നത് ഇതാ. നിനക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, ഈ അവിഹിതത്തിൻ്റെ പുറത്ത് ഒളിച്ചോടിപ്പോകുന്ന എല്ലാ നാറികൾക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയത്. ഭർത്താവും സ്വീകരിക്കരുത്, അവിഹിതത്തിന് കൊണ്ടുപോയവനും സ്വീകരിക്കരുത്, ലാസ്റ്റ് ഒന്നുമില്ലാണ്ട് നാണം കെട്ട് വീട്ടിലിരിക്കണം.
ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അവിടെ തന്നെ ഇരിക്കും. ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകും, ഒറ്റയ്ക്കാവും, കരയും, എന്നിട്ട് ഉയർത്തെണീക്കും. ഒരിക്കലും ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കണം എന്നല്ല, തെറ്റുപറ്റാത്ത മനുഷ്യന്മാരുമില്ല, എനിക്കറിയാം. പക്ഷേ ആ മനുഷ്യനും ആ കുടുംബവും കടന്നു പോയ ആ വിഷമം ഇനി ആരും വേണ്ട. ആ മനുഷ്യൻ കടന്നുപോയ വിഷമം, ആ മനുഷ്യനെ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, മെസ്സേജുകൾ, കോളുകൾ, വീഡിയോ കോളുകൾ, ഫോട്ടോ സെൻഡ്, കറക്കം, ഈ സമയത്ത് ആ മനുഷ്യൻ അവിടെ കോമാളിയായില്ലേ, അതിനൊക്കെ ഉള്ളത് കുറച്ച് അനുഭവിക്കും, അതിനുശേഷം ഉയർത്തെണീക്കും. എന്തായാലും ഷെഹല ഷെറിൻ സ്വത്തിന് അവകാശം തേടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടയായി. നമുക്ക് ആ വീഡിയോ നോക്കാം. കാര്യം പറയാനാണെങ്കിൽ ഇപ്പം ഷാല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസിയുടെ സ്വത്തുക്കളിൽ അവകാശം ഷാല കൊണ്ട് ഭാര്യ ആയിരുന്നുണ്ട്. അപ്പം അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എന്നോടൊരാൾ പറഞ്ഞു. യാചിച്ചിട്ടും യാതൊരു കാര്യമില്ല. നിന്റെ ഭാഗത്ത് വന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്, ആ ഒരു മിസ്റ്റേക്കാണ് ഇത്ര വലിയൊരു ചർച്ച വിഷയമായത്. ഈ നായൻകട്ട റാഫി എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട കളവൻ ഇയാളെ കൂടെ ഇറങ്ങുമ്പോൾ നീ ഒരു നിമിഷം നിന്റെ മാപ്പിളനെ ചിന്തിച്ചോ? ആ മകനല്ല നീ കൂട്ടിയത്, ആ മകന്റെ ഉപ്പാനെ നീ ഒരു നിമിഷം ഓർത്തോ? അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത് നിനക്ക് നിന്റെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നിന്റെ മാപ്പിളിന്റെ വീട്ടുകാരോടോ മാപ്പിളോട് പറയാൻ ധൈര്യമില്ലെങ്കിൽ നിന്റെ വീട്ടുകാരോട് മാപ്പിളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വൃത്തികെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ്ട ഒരു ഗതി നിനക്ക് വരട്ടെ എന്ന് എന്റെ ശാല. ഇയാളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയാളൊരു വൃത്തികെട്ട ആളാണെന്ന് അറിയാൻ പറ്റിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ആക്കി അവിടുന്ന് കടന്നു കളഞ്ഞു. അതോ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ 17 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാവാത്തൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ നാട്ടുകാർ പഞ്ഞിക്കിട്ട്. പിന്നെ ഇയാളെ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു പാവം സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ആളെ കൂടെയല്ല നീ ഇറങ്ങിപ്പോയി. ആ ഒരു ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കളവൻ്റെ കൂടെ എങ്ങനെ? അതുകൊണ്ട് നീ അനുഭവിച്ച് കൂടി ഒരാഴ്ച നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ നിന്നെ മർദ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിന്നെയും മകൻ ഈ പറഞ്ഞ ഷഹലാനെയും ഷഹലാൻ്റെ മകനെയും ഇയാൾ മർദ്ദിച്ചെന്ന് അറിയാൻ പറ്റി. ഇവർ വാളയാറിൽ നിന്ന് കണ്ടു കിട്ടി. ഇവരെ തിരിച്ചറിഞ്ഞ സമയത്ത് പോലും ഇയാൾ ഈ ഷഹലാനെയും കൂടുള്ള ആ മകനെയും ഇദ്ദേഹം ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇയാൾ സ്വന്തം ഭാര്യനെയും മക്കളിനെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല ഇയാൾ. അപ്പോൾ ഈ ഷഹലാനെയും അത് ഷഹലാലുണ്ടായ, അതായത് ഒരു പ്രവാസിയിലുണ്ടായ ഒരു മകനെയും ഇയാൾ ഉപദ്രവിക്കില്ല. ഇയാളെ സ്വന്തം ചോരയൊന്നും അല്ലല്ലോ. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതേപോലെ ഇറങ്ങി തിരിച്ച് ഒരുപാട് പ്രവാസികൾ ഭാര്യമാർ ഇന്നും പെരുവയിലാണ്. അതോ വിശ്വാസ വഞ്ചന കാട്ടിയതിന്റെ പേരിൽ തെറ്റ് പറ്റിപ്പോ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തിരുത്തി. പക്ഷെ ഇനി ഏതായാലും നിന്റെ ഭർത്താവ് സ്വീകരിച്ചാൽ നിന്റെ ഭാഗ്യം. എന്തായാലും ഇതേപോലുള്ള നായൻ്റെ മക്കളെ ഗണിയിലൊന്നും വീഴരുത്, മനസ്സിലായല്ലോ. പോകുന്ന ജീവിതം, പ്രത്യേകിച്ച് കല്യാണം കഴിച്ച പ്രവാസികളുടെ ഭാര്യമാർക്ക്, അങ്ങനെ എത്രയോ പെണ്ണിന്റെ ജീവിതമാണ് വയ്യാതരായിട്ടുള്ളത്. ചില ഭർത്താക്കന്മാർ ക്ഷമിക്കും, എല്ലാവരും ഒരേപോലെ എന്നതല്ല. ചില ഭർത്താക്കന്മാർ ക്ഷമിക്കും, തെറ്റി പറ്റിപ്പോയതാണല്ലോ, അത് ക്ഷമിച്ചു വിടുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായല്ല. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. മുള്ള് വന്ന് ഇലയിൽ വീണാൽ ഇല ചെന്ന് മുള്ളിൽ വീണാൽ ആർക്കാണ് കേട്? ഇലക്കാണ് കേട്. അതൊന്നും മനസ്സിലാക്കിയാൽ മതി, മനസ്സിലായില്ല. ഇപ്പോൾ ഈ ഒളിച്ചോട്ടം ഇതാദ്യം നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വന്ന് അപ്പോൾ ആണ് അറിഞ്ഞ് ഒളിച്ചോട്ടം. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നിങ്ങളെ മൊത്തം സപ്പോർട്ട് ചെയ്ത്, അതായത് അവർ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, അവർ എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന വ്യക്തി എങ്ങനത്തെ ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിൽ പെണ്ണിനെ പ്രഗ്നന്റ് ആക്കി കടന്നു കളഞ്ഞു, 17 വയസ്സുള്ള പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, സ്വന്തം ഭാര്യ അതിക്രൂരമായി മർദ്ദിക്കുന്ന ആളെ കൂടെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കില്ല? എവിടെ പോയിട്ട് ജീവിച്ചാലും ഇവർക്ക് വരുന്ന അവസ്ഥ എന്തായിരിക്കും? ഇയാളുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനവും പീഡനങ്ങളും മാത്രമേ ഉണ്ടാവൂ. എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കാം ഷാന. ഓക്കെ, ജീവിതം നല്ല രീതിയിൽ തന്നെ പോട്ടെ. എന്തായാലും പടച്ചവനോട് പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം. അതാണ് ഏതൊരു മനുഷ്യനും വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഓപ്പോസിറ്റ് ഉള്ളവൻ വെറും കൂതറയാണ്, വെറും കച്ചറയാണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിരുന്നു. അതിൻ്റെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഞാനത് ഹൈലൈറ്റ് ചെയ്യാനോ പറയാനോ നിന്നിട്ടില്ല. കാരണം ഇങ്ങനൊരു സ്വഭാവം ഇവൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അങ്ങനത്തെ ആൾക്കാരാണല്ലോ ഈ തരത്തിലുള്ള പണിക്ക് പോവുക. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഒരു ഹിസ്റ്ററി 17 വയസ്സായ പെൺകുട്ടീനോട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വെച്ച് ഇങ്ങനൊരു സാധനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി.
ഒന്നില്ലെങ്കിൽ ഷേലേൻ്റെ നാട്ടിലുള്ള ആളല്ലേ, ഷേലേനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞില്ലേ അല്ലെ കേട്ടില്ലേ? ഇനി അറിഞ്ഞ് കേട്ട സമയത്ത് പുള്ളി കൺവിൻസ് ചെയ്തോ? അല്ലെങ്കിൽ പുള്ളി അയ്യോ എൻ്റെ പൊന്നുംകൂടമാണ്, പൊന്നുംകൂടെ ഇങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു മനസ്സാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇയാളെ ഹൈലൈറ്റ് ചെയ്യാത്തത് ഞാൻ ഗോലൊടിച്ച് വിട്ടതാണ്, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി വരെ ഇങ്ങനത്തെ വലയിൽ വീണ് ഇങ്ങനത്തെ ഓരോ ഡിസിഷൻ എടുത്തിട്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന കാണുന്ന സമയത്താണ് ഞാൻ ഭയങ്കര ഷോക്കായത്. എന്ത് കിട്ടി, എന്ത് ഗുണം കിട്ടി, എന്തായി ഇപ്പം? ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് വെക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ. ചാരാൻ നോക്കി നിൽക്കുന്ന മരങ്ങളും എന്നാൽ ചാരിക്കോ എന്ന് പറഞ്ഞ് വീണ് നിൽക്കുന്ന മരങ്ങളും ഒരുപാട് ഈ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ ഇതിൽ ചാരി കയറുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ പിടുത്തം കിട്ടണം എന്നില്ല, ചിലപ്പോൾ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു വീഴ്ചയിൽ കൂടിയാണ് ഷൈല ഷെറിൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തി, ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു വ്യക്തി. ഇത്രയൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ ഇയാളെ കുറിച്ചിട്ടുള്ള കഥകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈസ് എ പവേർഡ്. അത് നാട്ടിൽ മുഴുവൻ അറിയുന്നത്. മേ ബി ഇതിൻ്റെ എന്തോ ഒരു അറ്റോ തുമ്പോ അറിഞ്ഞ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ടായിരിക്കും ഷെഹല എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഇയാളുടെ മുമ്പിൽ പോയി വീണത്. അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അവർക്ക് ഭർത്താവില്ല, കുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പോയി. ഇപ്പോൾ എല്ലാവരും സമൂഹത്തിൻ്റെ മുമ്പിൽ അത്രയധികം തല കുനിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ സ്ത്രീയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ വരുത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഭർത്താവ് മാറിയ സമയത്ത് ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ കെയറിങ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം ഇല്ലാഞ്ഞിട്ടോ ഫിസിക്കലായിട്ടും ഒന്നുമുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് കരുതി പെട്ടെന്നൊരു സമയത്ത് കണ്ട് പരിചയപ്പെട്ട മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയ ഒരു വ്യക്തിയോട് ഉണ്ടായ ഒരു ഇഷ്ടം, അവൻ എത്രത്തോളം നല്ലവനാണ് എന്നൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീക്ക് പെട്ടെന്ന് ആ ഒരു ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടുകയായിരുന്നു. അതിനുള്ള അനന്തര ഫലം അവൾക്ക് കിട്ടുക തന്നെ ചെയ്തു. ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് ഈ ഒരു കാര്യം പറയേണ്ടത്. കിട്ടേണ്ട കറക്റ്റ് സമയത്ത് തന്നെ അതിനുള്ള ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ആ മനുഷ്യൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും, ആ പ്രവാസിയായ ഭർത്താവ്. അദ്ദേഹം തൻ്റെ വീടിനും ആ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് അന്യനാട്ടിലേക്ക് പ്രവാസ ലോകത്തേക്ക് പോയി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോയതാണ്. അദ്ദേഹം 1-2 വർഷം കഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോഴത്തേക്കിന് മകനെ അല്ലെങ്കിൽ ഭാര്യനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആ സമയത്ത് ആ സ്ത്രീ വേറൊരു അന്യനെ ആയ ഒരുത്തൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം വിഷമിച്ചിട്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരു ഫാമിലി ലൈഫ്, ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം വന്നപ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറി ഡിസ്കഷൻ ഉണ്ടായത്. വിചാരിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ ചെക്കൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കും. അതായത് അവൻ്റെ ഫാദറിന് വസ്തുവുണ്ടോ, വീടുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ പേരിൽ വീടുണ്ടോ, സ്വത്തുണ്ടോ, ഇത് എന്താ പറയുക നല്ല സാലറി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്, സാമ്പത്തികമായിട്ട് നോക്കിയിട്ടാണ് അറേഞ്ച്ഡ് മാരേജസ് മിക്കവാറും നടക്കാറുള്ളത്. അപ്പോൾ പൊതുവിൽ എല്ലാവരുടെയും വിചാരം എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികൾക്ക് അതിൻ്റെ അവകാശങ്ങൾ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ലീഗലി മാരേജ് ചെയ്യുമ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ സ്വത്തിൻ്റെയൊക്കെ ഇത്ര പെർസെൻറ്റേജ് ഒക്കെ ഇവർക്ക് കിട്ടുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക കല്യാണങ്ങളും നമ്മൾ വാല്യൂ ചെയ്ത് കിട്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേക്കും എൻ്റെ സണ്ണിലോയ്ക്ക് ഒരു BMW കാറും ഒരു വലിയ ജോലിയും വീടും ഒക്കെ ഉണ്ട് എങ്കിൽ അതൊരിക്കലും എൻ്റെ കൊച്ചിന് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ എല്ലാ അവകാശികൾ അത് അവർ മാത്രമാണ്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനുള്ള അവകാശം. അപ്പോൾ ചോദിക്കും, അപ്പോൾ നിയമപരമായി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു ഭർത്താവിൻ്റെ സ്വത്തിനോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഒന്നും ഒരു അവകാശമില്ല എന്ന് ചോദിക്കുക. ഉണ്ട്. ആകെ അവകാശം കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ജോലിയോ സ്വന്തമായിട്ട് വരുമാനമോ ഇല്ല എങ്കിൽ ഭർത്താവിൽ നിന്ന് അവർക്ക് പാർപ്പിടമാവട്ടെ, വസ്ത്രമാവട്ടെ, ആഹാരമാവട്ടെ, ചികിത്സാ ചെലവുകളാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ചെലവിനുള്ള തുക നമുക്ക് ഭർത്താവിൽ നിന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിയമപ്രകാരം CRPC 125 പ്രകാരം അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്. അത് ഉറപ്പായിട്ടും സ്ത്രീക്ക്, അതായത് ലീഗലി വെഡഡ് ആയിട്ടുള്ള ഒരു വൈഫിന് ചോദിക്കാം. പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട് എന്ന് പറയുന്നത് ഒരു മാട്രിമോണിയൽ ഹോമാണ്. നിങ്ങൾക്ക് ആ
വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഇറക്കി വിടാനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ പാടില്ല. അതിനർത്ഥം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഭർത്താവിന് ഒരു 10 ഏക്കർ സ്വത്തുണ്ട്, 10 ഏക്കർ സ്ഥലമുണ്ട് എങ്കിൽ അതിൻ്റെ 1/2 അവകാശം ഭാര്യയായ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് മഹാമണ്ഡത്തനമാണ്. ആ 10 ഏക്കർ സ്വത്തിനുള്ള അവകാശി എന്ന് പറയുന്നത് ഭർത്താവ് മാത്രമാണ്. അതേപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അവൻ്റെ പാരൻസിന് എന്തെങ്കിലും സ്വത്തും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനുള്ള പൂർണ്ണമായ അവകാശികൾ അവർ തന്നെയാണ്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് തരുവാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അവകാശമുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികത്തിൻ്റെയോ അവകാശികൾ എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. അത് നമ്മൾ എന്താണെന്ന് പറയും, കല്യാണം കഴിഞ്ഞതോടുകൂടെ ഭർത്താവിനും ഭാര്യയ്ക്കും വരുന്ന അവകാശങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുന്നത് ഒരാളുടെ മരണശേഷം. ഇപ്പം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന് വെച്ചോളൂ. അത് അയാൾ വിലയാധാരം മേടിച്ച് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 സെൻറ്റ് സ്ഥലമാണ്. അയാൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അയാളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ളൊരു സൗകര്യം ചോദിക്കാം ആ വീട്ടിൽ. അതേപോലെ അയാളിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചിലവിനുള്ള തുകയും ചോദിക്കാം. കുട്ടികൾക്കും ചോദിക്കാം, 18 വയസ്സ് വരെ ഭാര്യയ്ക്കും ചോദിക്കുക. അതല്ലാതെ ആ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ മേലിൽ എനിക്ക് ഭാര്യ എന്നുള്ള രീതിയിൽ അവകാശം ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആർക്കും വില്ല് എഴുതുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒരു പ്രമാണം ഒരു ആധാരമോ ജനിപ്പിക്കാതെ അയാൾ മരിച്ചു പോയെങ്കിൽ ഉറപ്പായിട്ടും ആ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം വരും, മക്കൾക്കും അവകാശം വരും. ലീഗലി വെഡഡ് വൈഫിന് മാത്രമായിരിക്കും അങ്ങനെ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മരിച്ചുപോയ ആളുടെ സ്വത്തിന് അവകാശം വരുന്നത്. അതല്ലാതെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അതിനൊന്നും ഭാര്യയാണ് ഞാൻ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ തടയാനോ ഒന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് നിയമപരമായിട്ട് പോയിട്ട് ഞാൻ ഇയാളെ ഭാര്യയാണ്, ഇയാളുടെ 10 സെൻറ്റ് സ്ഥലത്തിന് മേലെ എനിക്കൊരു അവകാശമുണ്ട്, അത് കാരണം അത് തടയണം എന്ന് പറയാനൊന്നും നമുക്ക് കോടതിയിൽ പോവില്ല. ആകെ ഭാര്യയ്ക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് നമുക്ക് ചെലവിന് ചോദിക്കുക. ഈ ചെലവിന് എന്ന് പറയുന്നത് അയാളുടെ ജീവിത സാഹചര്യം ജീവിത നിലവാരം അനുസരിച്ചിട്ടാണ് നമുക്ക് ചെലവിന് ചോദിക്കാൻ പറ്റുന്നത്. അതായത് ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് ചെലവിന് ചോദിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ പ്രൊഫഷണലി വളരെ റിച്ചായിട്ട് ജോലി ചെയ്ത് നല്ല സാമ്പത്തിക സാലറി കിട്ടുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീവിത നിലവാരം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് അയാളുടെ സാലറിയും കാര്യങ്ങളും നമ്മൾ അസറ്റ് പ്രൂവ് ചെയ്യണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യുവാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളൊരു തുക. അതായത് ഇപ്പോൾ സാലറി മേടിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, മാഡം നമുക്ക് ഭാര്യയ്ക്ക് എത്ര പെർസെൻറ്റേജാണ് സാലറിയിൽ നിന്ന് ചോദിക്കണേ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ മൊത്തം തെറ്റിദ്ധാരണയാണ്. ഭർത്താവ് നിന്ന് ഇത്ര പെർസെൻറ്റേജ് ഭാര്യയ്ക്ക്, ഇത്ര പെർസെൻറ്റേജ് കുട്ടികൾക്ക്, അങ്ങനെ ഇല്ല. അവരുടെ ദൈനംദിന ജീവിതത്തിനുള്ള ചിലവുകൾ, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പഠിത്തം, അവരുടെ ചികിത്സ ആവട്ടെ, വസ്ത്രമാവട്ടെ അല്ലെങ്കിൽ ആഹാരമാവട്ടെ, അതിനുള്ള എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഏതായിട്ടുള്ള അവർക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല മിടുക്കികളായിട്ടുള്ള ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിന് വന്നിട്ട് നമുക്ക് ഭർത്താവിൽ നിന്ന് അയാൾ നോക്കിയില്ലെങ്കിൽ, അതായത് പിതാവ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതും അവരുടെ വരുമാനം നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ ഭാര്യയായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവകാശം കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം മാത്രം എല്ലാവരുടെയും തലയിൽ എത്തിക്കാനാണ്. റീസെൻ്റ്ലി ഒരു തമിഴ് നടൻ, എനിക്ക് ആളുടെ ചെയിൻ റിവ്യാണ്, പേര് കിട്ടുന്നില്ല, പുള്ളിക്കാരൻ്റെ ഭാര്യ 40 ലക്ഷം രൂപയാണ് എന്താണ് പാരിഷ് ഇതായിട്ട് വേർഡ് കിട്ടുന്നില്ല അതിന് വേണ്ടി ചോദിച്ചത്. ഞാനതാണ് ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ, മെയിനായിട്ട് സ്ത്രീകൾ ഡിവോഴ്സിൻ്റെ പേരിൽ ആണുങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെ ആണുങ്ങളുടെ സ്വത്ത് അത് ഇത് മാസം 5000, 50,000, 10,000, 25,000, 1 ലക്ഷം, 2 ലക്ഷം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്ത് തെണ്ടിത്തരാണ്, എന്ത് ചെത്തിത്തരാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡൗറി, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവരടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഇവരുടെ തോന്നിവാസത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു തെറ്റുമില്ല. ഇതല്ലാണ്ട് നിങ്ങൾ ഡിവോഴ്സ് അങ്ങ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വേറെ ബന്ധം തുടങ്ങുന്ന സമയത്ത് ആണുങ്ങളുടെ അടുത്ത് നിന്ന് സ്വത്ത് വേണം, വീട് വേണം, അത് വേണം, ഇത് വേണം ചോദിക്കാൻ നാണല്ലേ? പെണ്ണുങ്ങൾ തന്നെ പറയാം, നാണല്ലേ നിങ്ങൾക്ക്? നമ്മളുടെ പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം, എന്നിട്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ ലാവിഷായി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യണം. അതാണ് വുമൺ എംപവർമെൻറ്റ്, അതാണ് ഫെമിനിസം, അതായിരിക്കണം ഇതൊക്കെ. അതിന് പകരം ഇങ്ങനെ കുറേ ടീം ഞാൻ കണ്ടിട്ടുണ്ട്. നഷ്ടപരിഹാരം, എന്ത് പരിഹാരം? അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ അവകാശം, കുട്ടീനെ നോക്കാനുള്ള അവകാശം, അതൊക്കെ വേണം കേട്ടോ. കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന 2 ആളാണെങ്കിൽ 2 ആളും കൊടുക്കണം. ആരെടുത്ത് ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു എന്നതാണ്.
ചെറ്റത്തരം ചെയ്ത, തെണ്ടിത്തരം ചെയ്ത, മോശമായി പെരുമാറിയ, അബ്യൂസീവ് ആക്കിയ, നിങ്ങളെ പൈസ എല്ലാം കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇതൊക്കെ ചോദിക്കുക തന്നെ ചെയ്യണം. പക്ഷേ വളരെ മാന്യമായി ഡീസൻ്റായി നമ്മളെ ടേക്ക് കെയർ ചെയ്ത് നമ്മളെ കൂടെ നിന്നിട്ടുള്ളൊരു മനുഷ്യൻ്റെ അടുത്ത് ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തെണ്ടിത്തരാം? ഷേല ചോദിച്ചേ എന്ന കാര്യം എനിക്കറിയില്ല. ഷേല അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ്, ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ആൻഡ് ഇത് വലിയൊരു ഇൻഫോർമേഷനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ടീമുകൾക്കുള്ള വലിയൊരു ഇൻഫോർമേഷൻ. വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും ഫെമിനിസത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് സെൽഫ് സഫിഷ്യൻ്റായി മര്യാദയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ എംപവർമെൻ്റ് ഒക്കെ നമ്മളിൽ വരുന്നത്. ഇതൊന്നും ചെയ്യാണ്ട് ഈ കച്ചറ വിടുവിട കളിച്ച് നടന്നിട്ട് പിന്നെ വന്ന് നിന്നിട്ട് എനിക്ക് സ്വത്ത് തരിക്ക, എനിക്ക് പൈസ തരിക്ക, ഇക്കല്ലാണ്ട് പറ്റില്ല, ഇക്കയാണ് എൻ്റെ ഇക്ക എന്നൊക്കെ പറയുന്നതിനെ ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും യോജിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, കല്യാണം കഴിച്ചാൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിപ്പോയി അവനവന് ഇഷ്ടമുള്ള ലൈഫ് ചൂസ് ചെയ്യുക. വേണ്ടതൊക്കെ ചെയ്ത് അറിയാണ്ട് അബദ്ധത്തിൽ വീണ് കുടുങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നാറിയ അവസ്ഥയാണ്. ആൻഡ് ടു പുരുഷന്മാർ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുക, ഒന്നും പറയാനില്ല. ചിലപ്പോൾ കുട്ടിക്ക് വേണ്ടി സ്വീകരിക്കുന്ന ആൾക്കാണ്, നിങ്ങളുടെ വ്യക്തിഗതമായ ഇഷ്ടം. പക്ഷെ പൈസയ്ക്ക് വേണ്ടി നിങ്ങളെ ആക്കുക, പൈസയ്ക്ക് വേണ്ടി നിങ്ങളെ നമ്പുക, പൈസയ്ക്ക് വേണ്ടി പുറകെ കിടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.